ഹായ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഒരു ട്രെൻഡ് സംഗതി ആയിട്ടാട്ടാ വന്നത്. നമ്മളെ ബീച്ചിൽ ട്രെൻഡായ ഒരു സംഗതി ഇതായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന്. അപ്പൊ നമുക്കതെന്താന്ന് അസ്മാ കിച്ചണിലേക്ക് ഒന്ന് പോവാം. വലിയ കുന്തളാട്ടോ, നല്ല വലിപ്പുണ്ട്. കുറച്ച് വലുതായി പോയി കിട്ടിയത്, നിറയ്ക്കാൻ ലേശം കൂടെ ചെറുതേ ഇരുന്ന് നന്നായിരുന്നു. 2 വലുതാണ്, 3 ചെറുതുമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി നമുക്ക് ഇതൊന്നതിൽ കലക്കിയിട്ട് കൂന്തളൊന്നതിൽ ഇട്ട് വെക്കട്ടാ. ഇനി അതിലിരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്കതിലേക്ക് ഒരു 5 കൂന്തൽ നല്ല വലുതാക്കാം. നമുക്കത് ചോപ്പറിലിട്ടിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കണ്ടോ? നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് നമ്മൾ പാത്രത്തിലിട്ട് ഒഴിച്ചു. നല്ല അരിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. ക്യാമറിന്റെ ഭാഗം കൊടുക്കുക. ഒട്ട് തട്ടി പോയി. നമുക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചോപ്പറിൽ പൊടിച്ചെടുക്കട്ടോ. വേഗം പണി ചെയ്യില്ല, അരിയണ്ടല്ലോ. ചോപ്പറിലൊന്ന് നല്ലോണം പൊടിച്ചെടുക്കട്ടോ. കുറച്ച് വെളുത്തുള്ളി, അപ്പൊ അത് നല്ല പൊടിഞ്ഞിടട്ടെ. നമുക്കപ്പൊ അരിഞ്ഞ് പൊടിയുന്നില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുക്ക. അരിയിട്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടോ. ഇത് ചോപ്പറിലിട്ടിട്ട് അത് പൊടിഞ്ഞ് കിട്ടുന്നില്ല, കുറച്ചായിട്ട് ഓനിട്ടാലേ പൊടിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഇത് ലേശം മതിയല്ലോ. ഇഞ്ചി ഒന്ന് പൊടിയായിട്ട്
കഴിക്കാം. പിന്നെ കാണിക്കണ്ടേ അതരിഞ്ഞ സൈഡാണ് ഓഫ് ചെയ്ത് ഇവിടെ ഓഫ് ചെയ്ത് റെഡിയായി. നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കട്ടോ. അത് ചൂടായി വരട്ടെ. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കട്ടോ. ഇത് നല്ലോണം തിളച്ച് വരട്ടെ വെളിച്ചെണ്ണ. നമ്മള് വെളിച്ചെണ്ണ മൂത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടെടുക്കട്ടെ. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ടത്. 2 ഇത്ര എരിവ്. കാണാവോ എന്തിനാണ് അതൊക്കെ നീക്കണേ? അതൊക്കെ ഒന്ന് പച്ചമണം പോണ വരെ നമുക്കൊന്ന് വഴച്ചെടുക്കുക. ഇതിലോട്ട് നമ്മള് കൂന്തളുടെ ചിറകൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് വേവിച്ചെടുക്കട്ടോ. ഇതിന്റെ കൂടെ തന്നെ എന്തോട്ടെ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് ഒന്നായിട്ടൊരു മസാല ഉണ്ടാക്കാനുള്ളതല്ലേ. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് നല്ല വെന്ത് വന്നിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിലോട്ട് നമുക്ക് 1 തക്കാളി അരിഞ്ഞ് വെച്ചെടുത്ത് വെക്കാം. അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ അതിലോട്ട് നമ്മളതാ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയതായതുകൊണ്ടാണ് ഉള്ളി ലേശം അരിഞ്ഞ് എടുത്ത്. ചിലപ്പോൾ തികഞ്ഞ നമ്മൾ കുടുങ്ങൂലേ. അപ്പൊ 3 ഉള്ളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇനി അതൊന്ന് താളി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് താളി വെക്കാം. നമ്മളെ കൂന്തൾ കുറച്ച് വലിപ്പമുള്ള കൂന്തളാണ്, ചെറുതല്ല. അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് താളി വെച്ചിട്ടോ. പക്ഷെ നമ്മളിതിൽ ചുവന്നുള്ളി, തേങ്ങ, ചുവന്നുള്ളി, പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരച്ചിട്ട് വരാം. നമുക്ക് ഉള്ളിയൊക്കെ ഇവിടെ വാടി വരുന്നുണ്ട്. ഉള്ളി നോക്കാം. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. അത് മതി, ഓവർ എരിവ് വേണ്ട. പിന്നെ ലേശം കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ലേശം ബിരിയാണി പൊടി, കറി മസാലന്റെ പൊടിയാണ്. നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും നമുക്ക് ഇതിന്.
ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണ്, നിങ്ങളൊന്ന് വിജയിപ്പിക്കണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഓളൊന്ന് തൊട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ, ചുവന്നുള്ളി, പെരിഞ്ചീരകം, തേങ്ങയും കൂടെ ഒതുക്കി വെച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മളൊരു തുള്ളി വെള്ളം പോലും തൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നുവെച്ചാല് നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ വെള്ളം ആയാൽ അത് നിറയ്ക്കാൻ കഴിയൂല. നമുക്ക് ചപ്പും കരിവേപ്പും കൂടെ ഇട്ടെടുക്കാം കേട്ടോ. നമ്മളെ ടേസ്റ്റിയായ ഫില്ല് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയത് ഫില്ല. നമുക്ക് ഉപ്പ് നോക്കാം. നല്ല രസമുണ്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടത്. നമ്മളെ ഫില്ല് ഇവിടെ റെഡിയായി. നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ. നമുക്ക് അടുത്തൊരു പണിയും കൂടെ ഉണ്ട്. നമുക്കിതൊന്ന് ആവി ഒള്ളിക്കാണ്ടല്ലോ, അപ്പൊ അതിന് നമുക്ക് ഇച്ചിരി ചെമ്പടുപ്പത്ത് വെക്കാം. അത് ഒക്കെ ഒന്ന് നിറച്ചിട്ട് നമുക്ക് അതിൽ വെക്കട്ടോ. ഇത് നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചാലേ കൂന്തൽ, അപ്പൊ അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്ക. നല്ല വലിയ കൂന്തലാട്ടത്, ചെറുത് രണ്ടെണ്ണമുള്ളൂ. അതൊക്കെ നല്ല വലുതാ. നല്ലോണം കഴുകി ഉള്ളിന്നൊക്കെ നമ്മൾ പോക്കി വൃത്തിയാക്കി വെച്ചാട്ടോ. ശരിക്കും പിടിക്കണേ, കാര്യപ്പെട്ട സംഗതിയാണേ പിടിക്കണേ. നമുക്ക് നല്ല വലിയ കൂന്തലാട്ടോ. അപ്പൊ നമുക്ക് അതിലോട്ട് അങ്ങനെ വെച്ചു കൊടുക്കാം. കുറച്ച് സാധനം വേണം അതിലേക്ക്. കൂന്തൽ നിറയ്ക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് തോന വേണം കേട്ടോ. അത് ലേശം അധികമാക്കി ഉണ്ട്. എന്നെ കാണില്ല. കൂന്തലിവിടെ നിറച്ച് വെക്കട്ടോ. നമുക്ക് അടുത്തത് നോക്കാം.
തീരെ കട്ടിയില്ല, കിട്ടുന്നില്ല. നീർക്ക് വട്ട വെച്ച് നിറച്ച് കഴിക്കും. അപ്പൊ നമ്മളെ കൂന്തൽ ഇവിടൊക്കെ നിറച്ച് വെച്ച് ഇനിയിപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ആവി കൊള്ളിക്കട്ടോ. ബാക്കൊണ്ടിരും. അപ്പൊ നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് വന്നുണ്ട് കണ്ടോ. നമുക്ക് അതിലേക്ക് ഇല വെച്ചെടുക്കട്ടോ. വലിയതാണ്, കഷ്ണം വെച്ചെടുക്കാം. നമ്മൾ ഇല വെച്ചെടുത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ വെച്ചെടുക്കട്ടോ. നല്ലോണം ആവി കൊണ്ട് വെച്ചിട്ട് ഇത് ഇതൊന്ന് അടച്ചെടുക്കാം. ഒന്ന് വെന്ത് വെച്ചേ. നമുക്ക് പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മളെ കൂന്തളൊന്ന് വരട്ടിയെടുക്കാൻ കേട്ടോ. മുളക് പൊടി ഇല്ലിട്ടിട്ട് അതാ ഒക്കെ ഒന്ന് ആവിയിൽ വെന്തുണ്ട്. നമുക്കത് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മളെ പാനിവിടെ ചൂടായതുകൊണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി ലേശം മതിയെ. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം വെച്ചെടുക്കട്ടെ. തോന്നുന്നു കായുടെ ാ കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലൊക്കെ ഒന്ന് പെരട്ടി എടുക്കട്ടോ. പെരട്ടി എടുക്കാൻ കായലിനെ വരട്ടിയെടുക്കട്ടോ.
അപ്പൊ നമ്മളെ കൂന്തളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ചെയ്ത വലിയ കൂന്തളാട്ടോ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിച്ചിട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.